നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? ഓരോ തവണ ഞാൻ ഓരോ രീതിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കുന്ന രീതി നമുക്കെല്ലാവർക്കും ഒന്ന് കാണാം. ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയെ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. തക്കാളി എടുത്ത്, അപ്പോൾ ഈ സവാള നമ്മൾ ഇച്ചിരി കനം കുറച്ച് അരിയുവാണെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ വഴന്ന് വരാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തക്കാളി ആണെങ്കിലും കനം കുറച്ച് അരിയുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുമ്പം നമുക്കിത് ഇച്ചിരി പെട്ടെന്ന് വഴണ്ട് വരും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ എടുക്കുക. ഞാൻ 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് നല്ലപോലെ കഴുകി മാറ്റി വെക്കാം. വലിയ അഴുക്കൊന്നുമില്ല, നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്നാലും കഴുകണമല്ലോ, നല്ലപോലെ കഴുകിയിട്ട് മാറ്റി എടുത്ത് വെക്കാം. ഞാൻ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. അത് ചിലർ പൊടിയായിട്ട് അരിഞ്ഞ് വഴറ്റുന്നതിൻ്റെ കൂടെ ആണ്ട് ഞാൻ ചതച്ചാണ് എടുത്തത്. അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് വരും. ഒരു 4 കുരുമുളകും കൂടി ഇട്ട് പൊടിച്ച് എടുക്കാം നമുക്ക്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചുമന്നൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കത് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ശകലം ഉപ്പൂടി ഇട്ട് കൊടുക്കാവേ. കാരണം അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കാമെങ്കിൽ. ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എന്നിട്ട് അതുകൂടെ ചേർത്ത് ഒന്നിളക്കി. തക്കാളി കനം കുറച്ച് അരിഞ്ഞേക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അത് വഴണ്ട് വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ സവോളയും തക്കാളിയും ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ശകലം ഇട്ടിട്ടാണ് നമ്മളിനി അത് അടച്ച് വെക്കുന്നത്. കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലപോലെ വേകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വഴറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാതെ. നല്ല പൊടികളൊക്കെ ആവശ്യത്തിന് ഇടണേ. നമ്മുടെ ഏരിയയൊക്കെ അനുസരിച്ച്, നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നിങ്ങളിടുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഏരിയയുടെ ഇതനുസരിച്ചാണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പൊടിയിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം ഇടേണ്ടി വരുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് മസാല അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മൾ അത് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് പിടിച്ച് നമുക്കറിയാമല്ലോ. വരുമ്പോഴത്തേനും ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇവിടെ തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ വെക്കാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് മാറ്റി വെച്ചത്. അതിന് പച്ചമുളക് ഞാൻ മുമ്പേ ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ ആ കീറി വെച്ചിരുന്ന പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ട്, ചെറിയ മുളകാണ്. അപ്പം അത് അതിൻ്റെ കൂടെ വഴറ്റിയെടുത്തിട്ട് ഈ വെള്ളം കൂടെ, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് നമുക്ക് അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ തിളവ് വരുന്നത് വരെ നമ്മൾ അതേ തന്നെ വെക്കണം. അന്നേരമെല്ലാം നമ്മൾ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിലോട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം. ചിക്കനിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരിച്ചിരി തൈര് അതിൻ്റെ മണ്ടയിലോട്ട് ഇച്ചിരി തൈരൂടെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യം പോലെ അത് ശകലം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ട്
നമുക്കതവിടെ വെക്കാം. ആവശ്യമുള്ള വെള്ളമെല്ലാം ഒഴിച്ച് നമ്മൾ വെച്ചതിന് ശേഷം ഒരു 2-3 തണ്ട് കറിവേപ്പില, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില, അതുകൊണ്ടാണ് കറിവേപ്പില 2-3 തണ്ട് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിനി അത് വേവിച്ചെടുക്കാം. എല്ലാം റെഡിയാക്കി നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് തിരിച്ചിടുമ്പോഴത്തേന് അത് വെന്ത് റെഡിയാവും. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി നല്ല ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വീണ്ടും അടച്ചു വെക്കാം. കാരണം നല്ലപോലെ ഒന്ന് പറ്റിയാലേ അതിൻ്റെ ആ ടേസ്റ്റ് അതിൽ വരത്തുള്ളൂ. പറ്റി കഴിയുമ്പോൾ നമുക്ക് അത് ഇറക്കി വെക്കാം കേട്ടോ. വീണ്ടും നമുക്ക് അടച്ചു. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇനി ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങാം. ഒന്ന് ചുറ്റിച്ചിട്ട് ഒരു ശകലം കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഊരി. എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് അതിനകത്തോട്ട് ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് നമുക്ക് അടച്ചു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ല കുറുകി വന്നിട്ടുള്ള ഒരു ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.